അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മിൽക്ക് ഷേക്ക് ചലഞ്ച് ആണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും ചേർക്കാതെ 10 മിൽക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും 10 ഫ്ലേവറിലുള്ള നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള 10 മിൽക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏത് മിൽക്ക് ഷേക്ക് ആണെങ്കിലും വേണ്ടത് എന്താണ്? പാലാണ്. അപ്പോൾ നമുക്ക് ആദ്യം പാല് ഐസാക്കി വെച്ചിട്ടുള്ളത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഫ്രിഡ്ജിൽ ആദ്യം പാലുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ ഫ്രീസറിൽ നിന്ന് ഞാനിവിടെ ഒരു 2 പാക്കറ്റ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും നല്ല കട്ടയായിട്ടുള്ള പാലാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ട പാലാണ് നമുക്ക് മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഗ്ലാസും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രേ ഒക്കെ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ട്രേ ആയതുകൊണ്ട് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ട്രേയിൽ മിൽക്ക് ഷേക്ക് ഒഴിച്ച് വെക്കാനുള്ള ഗ്ലാസും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ എടുക്കുന്നത്. വലിയ ഗ്ലാസ് എടുത്തിട്ട് അതിൽ ഷേക്ക് കുടിക്കാനുള്ള ആളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ആ ചായ ഗ്ലാസിൻ്റെ ആ ഒരു വലിപ്പത്തിലുള്ള ഈ ഒരു ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കഴുകിയിട്ടൊന്ന് തുടച്ച് വെക്കാം. അപ്പോൾ ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ഷേക്കും അടിച്ചിട്ട് ഒഴിച്ച് വെക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ അതാ 10 ഗ്ലാസ്സും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് മിൽക്ക് ഷേക്ക് അടിച്ചാൽ മതി ഓരോ ഫ്ലേവറും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതാ നമ്മുടെ കട്ടപ്പാലുണ്ടല്ലോ അതൊന്ന് ഒരു കല്ല് വെച്ചിട്ട് ഒന്ന് കുത്തി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. എന്നാലുള്ള നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിൽ പെട്ടെന്ന് ഇത് അടിഞ്ഞ് കിട്ടുള്ളൂ. ഇനി നമുക്കിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ വലിയ ജാറൊന്നും എടുത്തിട്ടില്ല. ഓരോ ഗ്ലാസ് കുഞ്ഞു ഗ്ലാസ്സിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ടത് മാത്രം മതി. അപ്പോൾ ആദ്യത്തെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ കൂവപ്പൊടി വരകിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു 1.5 ടേബിൾ സ്പൂൺ കൂവപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി തിളപ്പിച്ച് കുറുക്കിയെടുത്തതാണ് കേട്ടോ. കുറുക്കിയിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു കൂവപ്പൊടിയുടെ വെള്ളവും ജ്യൂസും ഒക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് റാഗി വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ റാഗി മിൽക്ക് ഷേക്കൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒന്ന് കട്ടയായി വന്നിട്ടുണ്ട്. എന്തായാലും തണുത്ത് കഴിയുമ്പോൾ ഒന്ന് കട്ടയായിട്ട് വരുമല്ലോ കൂവപ്പൊടിയൊക്കെ. അങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ കൂവപ്പൊടിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഐസാക്കി എടുത്തിട്ടുള്ള പാലും പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് ജാറടിച്ച് വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അത് വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്, അത് ഞാൻ മാറ്റിയിട്ട് ഇതേ ജാറിൽ തന്നെയാണ് ഞാൻ അടുത്ത ഷേക്കും അടിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്തത് എന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി മിൽക്ക് ഷേക്ക് തന്നെയാണ്. ബട്ടർ സ്കോച്ച് മിൽക്ക് ഷേക്കാണ് കേട്ടോ. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസൊക്കെ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യുക കേട്ടോ. അതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോ 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് കാരമലാക്കി എടുക്കുക. ഒരുപാട് കൂടുതലായിട്ട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു കയ്പ്പ് വരും. അതിനുശേഷം നമുക്കതിലേക്കൊരു കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് റെഡിയായി. ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ മിൽക്ക് ഷേക്ക് അടിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഐസാക്കി എടുത്തിട്ടുള്ള പാലും പാകത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. പഞ്ചസാര ഇതിലേക്ക് ഒരുപാട് വേണ്ട കേട്ടോ. കാരണം കാരമൽ പഞ്ചസാര കൊണ്ട് തന്നെ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ കൂടുതലൊന്നും വേണ്ടി വരില്ല. ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ജാറടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ച് വെക്കാനുള്ള ഗ്ലാസ് ഞാനൊന്ന് നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് വെച്ചിട്ടുണ്ട്. അതായത് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ രണ്ടാമത്തെ ഷേക്കും ഒഴിച്ച് വെക്കാം.
ഇനി അടുത്ത ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ ജാറിലേക്ക് തന്നെ പഞ്ചസാരയും പാലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് കോഫിയാണ്. അപ്പോൾ കോഫി ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഏതെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബ്രൂ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ജാറടിച്ച് വെച്ച് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് 3ാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 3ാമത്തെ മിൽക്ക് ഷേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്, കോഫി മിൽക്ക് ഷേക്ക്. ഇനി അടുത്തത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ ജാറിലേക്ക് തന്നെ പാലും പാകത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജാറടിച്ച് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അടുത്തത് നമ്മുടെ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൽക്കട്ടയും പാകത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ പീസാക്കി എടുത്തിട്ടുള്ള ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ജാറടച്ച് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ 5ാമത്തെ മിൽക്ക് ഷേക്കും ഇവിടെ ഗ്ലാസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതേ ജാറിലേക്ക് തന്നെ പാൽക്കട്ടയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് പീനട്ട് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് 1 or 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ജാറടച്ച് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്ലാസ് ഞാൻ ചെറുതായിട്ടൊന്ന് ഭംഗി കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ 6 മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി 7ാമത്തെ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ പാൽക്കട്ടയും പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലാവരുടെയും കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്നിക്കേഴ്സ് ആണ്. സ്നിക്കേഴ്സ് ഇഷ്ടമില്ലാത്തവർ അധികം ഉണ്ടാവില്ല അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്നിക്കേഴ്സ്. അപ്പോൾ അത് ഒരെണ്ണ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജാറടച്ച് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്നിക്കേഴ്സ് കണ്ടിട്ട് കൊതി അടക്കാൻ കഴിയാതെ അതിൻ്റെ ലാസ്റ്റ് പീസ് ഞാൻ വായിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത മിൽക്ക് ഷേക്കിന് വേണ്ടിയിട്ട് പാൽക്കട്ടയും പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ന്യൂട്ടെല്ലയാണ് കേട്ടോ. അപ്പോൾ ന്യൂട്ടെല്ല ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ല അല്ലേ? അപ്പോൾ അത് 1 or 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജാറടച്ച് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ സ്പൂൺ കൊണ്ട് ന്യൂട്ടെല്ല എടുക്കുമ്പോൾ ആ സ്പൂണുമേ പറ്റി പിടിച്ചിട്ടുള്ള ന്യൂട്ടെല്ല കൊണ്ട് ഞാൻ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 8 മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 2 ഫ്ലേവറിലുള്ള മിൽക്ക് ഷേക്കും കൂടെ ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ അതും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം. അപ്പോൾ നമ്മുടെ 9ാമത്തെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൽക്കട്ടയും പഞ്ചസാരയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു വെറൈറ്റി മിൽക്ക് ഷേക്കാണ് കേട്ടോ. കുറച്ച് ഹെൽത്തി വെറൈറ്റി മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്താഷ്യൂ ഇത്രയും നട്ട്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നട്ട്സ് ഒന്നും അധികം അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കില്ല. ചെറുതായിട്ടൊരു ക്രഷ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടണം കേട്ടോ. നമ്മളിത് കഴിക്കുമ്പോൾ ഈ മിൽക്ക് ഷേക്ക് കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം. ആ ഒരു രീതിയിലാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ജാറടിച്ച് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഈ ഷേക്ക് ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത്. നമ്മൾ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന ആ ഒരു പരുവത്തിലാണ്. അപ്പോൾ നമ്മൾ കോരി കഴിക്കുമ്പോൾ ഇതിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്താൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയുകയേ വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഐസ്ക്രീമൊക്കെ കോരി കഴിക്കുന്നത് പോലെ കോരി കഴിക്കാം, ഇടയിൽ കടിക്കാനും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കോൺഫ്ലെക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാൽക്കട്ട എടുത്തിട്ടുണ്ട്. പാൽക്കട്ടയൊക്കെ ലൂസായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പഞ്ചസാര കൂടുതലായിട്ട് വേണ്ട, കാരണം നമ്മളിതിലേക്ക് ഒരുപാട് സ്വീറ്റുള്ളൊരു സാധനമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് മധുരം ഇതിലേക്ക് വേണ്ടി വരില്ല, കാരണം ഒറിയോയിലെ ക്രീമിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ മധുരം ഉണ്ടല്ലോ. അപ്പോൾ അത് എത്രയാണോ വേണ്ടത്, കട്ടി വേണ്ടത്, അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ഒറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 ബിസ്ക്കറ്റ് ഇതിലേക്ക് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജാർ അടിച്ച് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് 10ാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതാ ഒരു ഫ്രൂട്ട്സും ഇല്ലാതെ 10 വ്യത്യസ്ത രുചികളിലുള്ള നല്ല അടിപൊളി മിൽക്ക് ഷേക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പികളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.